ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിന്നൊരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്ത് തുടങ്ങാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അധികം വലിച്ചു നീട്ടാതെ ലാഗ് എടുപ്പിക്കാതെ ഷോർട്ടായിട്ട് അങ്ങോട്ട് കയറുക എന്നുള്ള ഉദ്ദേശം കേട്ടോ. ആരെയും വെറുപ്പിക്കാതെ പോകണമെന്നാണ്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻസിലൂടെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് ഈ കുട്ടികളിലെ ആത്മഹത്യ പ്രവണത ഈ അടുത്തായിട്ട് കൂടി വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിൽ തന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ് വിവരം. അതേപോലെ തന്നെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ഇതിനൊന്നും കാരണം വ്യക്തമല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള സൂയിസൈഡ് ടെൻഡൻസി എന്തുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതലാവുന്നത്? നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. എന്തുകൊണ്ടായിരിക്കും ഈ സൂയിസൈഡ് റേറ്റ് ഇത്രയും കൂടുന്നത്, പ്രത്യേകിച്ച് കുട്ടികളിൽ? അതിൻ്റെ റീസൺസ് എന്താണ്? അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് എന്തൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതാണ് ഞാനിന്നൊരു വീഡിയോയിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെൻ്റൽ സ്ട്രെങ്ത് തീരെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതായത് എന്ത് പ്രോബ്ലം വന്നാണെന്ന് വെച്ചാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം കിട്ടിയെന്ന് വെച്ചാൽ അവരത് തളരുകയാണ് ചെയ്യുന്നത്. അതിനെങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ അതിനെ എന്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നവർ ചിന്തിക്കുന്നേ ഇല്ല. അതായത് അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് അത്രയും കുറവാണ്. അപ്പോൾ അതൊരു കണക്കിന് ഒരു തരത്തിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഇന്നത്തെ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പാരൻസ് മിക്കവാറും എല്ലാവരും കുട്ടികളെ ഇങ്ങനെ പൊട്ടിയിട്ട് വളർത്തുന്ന ഒരു രീതിയാണ് കാണുന്നത്. പൊത്തി വളർത്തുന്ന മീൻസ് കുട്ടികൾ ജനിച്ചു വന്നാൽ തന്നെ ആ ഒരു ഫാമിലി സെറ്റപ്പ് മാത്രം. അതായത് ഇപ്പോൾ മിക്കവാറും കൂട്ടുകുടുംബങ്ങളില്ലാതായിരിക്കുന്നു, അണുകുടുംബങ്ങളാണുള്ളത്. ഒരു അച്ഛൻ, അമ്മ, കുട്ടി, അല്ലെങ്കിൽ വേണമെങ്കിൽ ചില ഫാമിലിയിൽ അതിനൊരു സിബ്ലിംഗ് കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ മിക്കവാറും ഇങ്ങനെയാണ് നമ്മൾ ഫാമിലി സെറ്റപ്പ് കാണുന്നത്. അപ്പോൾ അവരുടെ സൊസൈറ്റിയായിട്ട് ഒരു മിംഗ്ലിംഗ് ഇല്ല. കുട്ടികൾക്ക് അടുത്ത വീടുകളായിട്ട് പോയി കളിക്കുന്നില്ല. അവരുടെ ആ പ്രായത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അവരറിയുന്നില്ല. അതായത് കൊച്ചു പിണക്കങ്ങളും അവോയ്ഡിങ്സും പിള്ളേർ തമ്മിൽ കളിക്കുമ്പോൾ പിണങ്ങുന്നതും അതുപോലെ തന്നെ അവരെ ഒഴിവാക്കപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരറിഞ്ഞ് വളരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ എല്ലാം അവൈലബിൾ ആക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയാണ് പാരൻസ്. ഏറ്റവും നല്ലത് സ്കൂളിൽ പഠിപ്പിക്കണം. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് കിട്ടാത്ത എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടണം. ഒരു കുട്ടി ഒരു കാര്യം ആഗ്രഹിക്കേണ്ടത് പോലും വരുന്നില്ല, അപ്പോഴേക്കും അത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴത്തെ പാരൻസ്. അത് അവരുടെ കൂടുതൽ സ്നേഹം കൊണ്ടും അവർക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. പക്ഷേ അതൊരു തലത്തിൽ നമ്മൾ കുട്ടിക്ക് വളരെയധികം ദോഷമാണ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരിക്കലും തോൽവി അറിയുന്നില്ല, വിഷമം അറിയുന്നില്ല, വേദന അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ എപ്പോഴും എല്ലാം അവൈലബിൾ ആണ് അവർക്ക്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം ഇതെല്ലാം വളരെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും അതിനെ ലിമിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിലൊരു ബോണ്ടിങ് ഇല്ല. അതായത് പാരൻസ് ആണെങ്കിലും ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം. അപ്പോൾ ജോലിക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവർ ഭയങ്കര ടയേർഡാണ്. കുട്ടികളുമായിട്ട് അന്നുണ്ടായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അവർക്ക് പറ്റാതെ സമയം കിട്ടുന്നില്ല. അതാണ് മെയിൻ റീസൺ. സമയം കിട്ടുന്നില്ല. പിന്നെ അഥവാ സമയം ഇത്തിരി കിട്ടിയിട്ടെന്ന് വെച്ചാൽ അത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന പാരൻസ് കൂടുതലായിട്ടും മൊബൈൽ ഫോൺ യൂസ് ചെയ്യും, അല്ലെങ്കിൽ സീരിയൽ കാണും. ഇതല്ലാതെ ഈ വക കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കുട്ടിയോട് അന്നും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും അവനോട് അല്ലെങ്കിൽ അവളോട് സംസാരിക്കാൻ ടൈം ഉറപ്പായിട്ടും നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു പാരൻ്റാന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. നമ്മളെപ്പോഴും പറയുന്ന പോലെ കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു പാരൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അവരെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പാരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണത്. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുട്ടികൾക്ക് ഒരു കംഫർട്ട് സോൺ ആയിരിക്കും. അച്ഛനമ്മ എന്ന് പറയുന്നത് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് അച്ഛനമ്മയും തമ്മിൽ മക്കൾക്ക് അത് കൊടുക്കണം. അതേപോലെ മറ്റൊരു കാര്യമാണ് ഇന്നത്തെ പാരൻസ്. അതായത് അച്ഛന് തീരെ ക്ഷമയില്ല, അമ്മയ്ക്ക് തീരെ ക്ഷമയില്ല. അപ്പോൾ അത് കണ്ട് വളരുന്ന മക്കൾക്ക് ഒട്ടും ക്ഷമയില്ല. അതുപോലെ തന്നെ ദേഷ്യം, എന്തെങ്കിലും വിഷമം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യമായിട്ടാണ് റിയാക്ട് ചെയ്യും. പാരൻസ് അങ്ങനെയാണ്, അതുകൊണ്ട് മക്കളും അങ്ങനെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടെന്ന് വെച്ചാൽ അതെങ്ങനെ ഫേസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോലും ചിന്തിക്കാൻ പോലും ഇന്നത്തെ പിള്ളേർ മെനക്കിടുന്നില്ല. കാരണം അവർക്ക് ക്ഷമയില്ല. എല്ലാം സഡനായിട്ട് നമ്മൾ റീൽസൊക്കെ കാണുന്ന പോലെ ഞാൻ എവിടെയൊക്കെ വായിച്ച് കിട്ടും, ഈ റീൽസ് കാണുന്നത് കുട്ടികൾക്ക് നന്നല്ല. അതായത് ഈ റീൽസ് പെട്ടെന്ന് 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മളൊരു ഫുൾ ലെങ്ത് വീഡിയോ കാണാൻ അത്യാവശ്യം ക്ഷമയുള്ളവർക്കേ പറ്റും. റീൽസ് കാണാൻ
ആണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ക്ഷമയില്ല, അവർക്കൊന്നും സമയമില്ല. എല്ലാം സഡനായിട്ട് ക്വിക്കായിട്ട് എന്തൊക്കെ കിട്ടാവുന്നോ അതിൻ്റെ പുറകിലാണ് ഇന്നത്തുള്ള എല്ലാവരും, ഇപ്പോൾ കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവരൊരു ഫാൻറ്റസി വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സീരിയൽ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കുന്ന എക്സ്പെക്റ്റേഷൻ കാരണം കൊണ്ട് അവരൊരു ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. ഇന്നും ഹാപ്പി മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ, ഇന്നും സമാധാനവും സന്തോഷവും മാത്രമേ കിട്ടുള്ളൂ. സങ്കടം എന്നൊരു ആസ്പെക്റ്റ് അവർ ചിന്തിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരെ ആ ഫാൻറ്റസി വേൾഡിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഡെയിലി സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഡെയിലി അവർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവരോട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടുള്ളതല്ല, ഇന്ന് എന്തൊക്കെ പഠിച്ചു, ഇന്ന് എന്തൊക്കെ ഹോംവർക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല, എക്സാമിൽ എത്ര മാർക്കുണ്ട്, അതെല്ലാ കാര്യം. അവരെ സ്കൂളിൽ നിന്ന് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ ഒന്നും ആയി തോന്നില്ലെങ്കിലും അവർക്കതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ അവരെ നമ്മളായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കുട്ടികളുടെ ബാഗ് ചെക്ക് ചെയ്യുക. സ്കൂളിൽ പോയി വന്നിട്ടെന്ന് വെച്ചാൽ അവരെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ അവർക്കൊരു സംശയം, നമ്മളിത് ഒരിക്കലും അത് സംശയിച്ചുകൊണ്ട് നോക്കുക എന്നുള്ളത് ഇത് വരുത്തരുത്. അല്ലാതെ തന്നെ നമ്മൾ ഡെയിലി ബാഗൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വൈകുന്നേരം എന്നും വന്നിട്ടെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക. അവർക്ക് വേണ്ടത് നമ്മളൊരു ടൈമിൽ നിശ്ചയിക്കുക, ആ ടൈമിനുള്ളിൽ മാത്രം കൊടുക്കുക. നമ്മൾ സീരിയൽസും ഫോണും എല്ലാം കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മുടെ മക്കളാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിലുള്ള ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് വിളിച്ചു നീട്ടിയൊന്നും എനിക്കറിയില്ല. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്ക് പറയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നാളെ ഞാൻ വീണ്ടും വരാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് വല്ലതും സംസാരിക്കാൻ, എനിക്ക് വല്ല ഐഡിയാസ് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ എല്ലാം കമൻറ്റിൽ പറയട്ടെ കേട്ടോ. ഓക്കെ, ബൈ.